കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇസ്രായേലിനെ ഞെട്ടിച്ച് ഒരു മിസൈൽ ടെല്ലവീവിൽ പതിച്ചു. മിസൈലിന്റെ പ്രധാന ഭാഗം ആളൊഴിഞ്ഞ പ്രദേശത്ത് വീണതിനാൽ നാശനഷ്ടങ്ങളോ ആളപായമോ സംഭവിച്ചില്ല. മിസൈൽ തൊടുത്തുവിട്ടത് ഹൂതികളാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇന്റലിജൻസ് വിഭാഗവും ഉണ്ടായിരുന്നിട്ടും ആ മിസൈൽ എങ്ങനെ ഇസ്രായേലിൽ വീണു എന്ന ചോദ്യത്തിന് മുന്നിൽ ഹിസ്ബുള്ളയെ മാത്രമല്ല ഹൂതികളെയും ഇസ്രായേൽ ഭയക്കേണ്ടതുണ്ടെന്നാണ് ഉത്തരം. യമനിലെ ഹൂതികൾ തൊടുത്ത മിസൈലാണ് എല്ലാ നിയന്ത്രണങ്ങളും മറികടന്ന് ഇസ്രായേലിന്റെ വ്യോമപരിധിയിലെത്തി താഴേക്ക് പതിച്ചത്. മിസൈലിന്റെ പ്രധാന ഭാഗം ടെല്ലവീവിന് പുറത്തുള്ള ബെൻ ഗുറിയോൺ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപമുള്ള ആളൊഴിഞ്ഞ പ്രദേശത്താണ് പതിച്ചത്. എന്നാൽ ചിതറിപ്പോയ ഭാഗങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായി ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത്യാധുനിക സംവിധാനങ്ങളുള്ള ഇസ്രായേൽ US റഡാറുകളുടെ കാര്യക്ഷമതയില്ലായ്മ വീണ്ടും തുറന്നു കാട്ടുന്നതായിരുന്നു ആ മിസൈൽ ആക്രമണം. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികൾക്ക് ലഭിച്ച ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നുമായിരുന്നു ഇത്. അതേസമയം ഇസ്രായേലിന്റെ ഏറെ കൊട്ടിയാഘോഷിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലെ നിർണായകമായ പാളിച്ചകൾ ഈ ആക്രമണം തുറന്നുകാട്ടുകയും ചെയ്തു. എന്താണെന്ന് സംഭവിച്ചത്? എന്തുതരം മിസൈലാണ് ഇസ്രായേലിന്റെ പ്രതിരോധം തകർത്ത് മുന്നേറാൻ ഹൂതികൾ പ്രയോഗിച്ചത്? ഹൈടെക് റഡാറുകളുടെ കണ്ണുപൊത്തിക്കൊണ്ട് ഹൂതി മിസൈൽ എങ്ങനെ ടെല്ലവീവിലെത്തി? ഈ ചോദ്യങ്ങളെല്ലാം ഇസ്രായേലിന്റെ പ്രതിരോധ മേഖലയെ ആകെ കുഴപ്പിച്ചിരിക്കുകയാണ്. പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ തടസ്സങ്ങൾ മറികടന്ന് വെറും 11.5 മിനിറ്റിനുള്ളിൽ 2040 കിലോമീറ്റർ സഞ്ചരിച്ച് മധ്യ ഇസ്രായേലിൽ പതിച്ചതായി ഹൂതി സൈനിക വക്താവ് യഹിയ സരിയ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മിസൈൽ ചീലുകൾ കൃഷിയിടങ്ങളിലും റെയിൽവേ സ്റ്റേഷനും സമീപം പതിച്ച് തീപിടിച്ചു. മിസൈലുകൾ പതിച്ചത് ആൾതാമസമില്ലാത്ത പ്രദേശങ്ങളിലായതിനാൽ ആളപായം ഉണ്ടായില്ലെന്നാണ് റിപ്പോർട്ട്. ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ ഇന്റലിജൻസ് വിവരം ലഭിച്ചതിനെ തുടർന്ന് ജനങ്ങളെ സുരക്ഷിത മേഖലകളിലേക്ക് അധികൃതർ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. മിസൈൽ പതിക്കുന്നതിന് മുന്നോടിയായി തലസ്ഥാന നഗരിയായ ടെല്ലവീവിലും മധ്യ ഇസ്രായേലിലും അപായ സൈറണുകൾ മുഴങ്ങി. സൈറണു പിന്നാലെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച 9 പേർക്ക് നിസ്സാരമായ പരിക്കുകളേറ്റതായി റിപ്പോർട്ടുണ്ട്. 20 ഇന്റർസെപ്റ്ററുകൾ മറികടന്ന തങ്ങളുടെ മിസൈൽ ഇസ്രായേലിലെത്തിയതായി ഹൂതികളുടെ മീഡിയ ഓഫീസ് ഡെപ്യൂട്ടി ഹെഡ് നസറുദ്ദീൻ അമീർ എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു. ഈ ആക്രമണം ഒരു തുടക്കം മാത്രമാണെന്നും ഹൂതി വക്താവ് പ്രതികരിച്ചു. ജൂലൈയിലും ടെല്ലവീവിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഇസ്രായേലിനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നതിന് ഹൂതികൾ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഒക്ടോബറിൽ ഗാസ യുദ്ധം ആരംഭിച്ചതു മുതൽ പലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യമെന്ന് പ്രഖ്യാപിച്ച് ഹൂതികൾ ഇസ്രായേലിന് നേരെ ആവർത്തിച്ച് മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചു വരികയാണ്. ഇസ്രായേലുമായി ബന്ധമുള്ള 30-ലധികം കപ്പലുകളെയാണ് ചെങ്കടലിൽ വെച്ച് ഹൂതികൾ ആക്രമിച്ചത്. ഹിസ്ബുള്ള അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. പിന്നാലെ ലെബനനെതിരെ കരയുദ്ധം തുടങ്ങുന്നതായി ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ അമേരിക്കയും ബ്രിട്ടനുമൊക്കെ കൂടെയുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇസ്രായേലിന്റെ പുതിയ തീരുമാനം ആത്മഹത്യാപരമാണെന്ന് വിലയിരുത്തുന്നവരുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഇസ്രായേലിന്റെ ആയുധപ്പുര ഏതാണ്ട് കാലിയായ മട്ടാണ്. കഴിഞ്ഞ ഒക്ടോബർ 8 മുതൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിന്റെ 80% ആയുധങ്ങളും തീർന്നിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് മുന്നിൽ കണ്ട് അമേരിക്കൻ സൈനികരും ആയുധങ്ങളും പശ്ചിമേഷ്യയിലേക്ക് പുറപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. എങ്കിലും ഇസ്രായേലിന്റെ പുതിയ പ്രഖ്യാപനം എത്രത്തോളം വിജയം കാണുമെന്നവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത അവസ്ഥയാണ്. മറുവശത്ത് ഇറാനും ഒപ്പം നിൽക്കുന്ന മറ്റ് അറബ് രാഷ്ട്രങ്ങളും തങ്ങളുടെ ആയുധത്തിന്റെ പകുതി പോലും പുറത്തെടുത്തിട്ടില്ല. മാത്രമല്ല, ലെബനനിലെത്തിയാൽ എന്തൊക്കെ ആയുധങ്ങൾ ഹിസ്ബുള്ളയുടെ പക്കൽ ഉണ്ടെന്ന് ഇസ്രായേലിന് യാതൊരു പിടിയുമില്ല. അമേരിക്ക ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ട് പോലും അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഹിസ്ബുള്ളയ്ക്ക് വൻ സ്വാധീനമാണുള്ളത്. അതുകൊണ്ടാണ് ലെബനനിലെ ദാരിദ്ര്യത്തിനിടയിലും ഹിസ്ബുള്ള ആയുധങ്ങൾ സംഭരിച്ചു കൂട്ടുന്നത്.